പ്രവാസ ലോകത്തെ വാർത്തകൾ. ബീഫ്, കാപ്പി, പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള 100-ലധികം ഉൽപ്പന്നങ്ങളുടെ നികുതി വെട്ടിക്കുറച്ച് ഡൊണാൾഡ് ട്രംപ്. US-ൽ അവശ്യ സാധന വില കുതിച്ചുയർന്നതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നതിന് പിന്നാലെ പൗരന്മാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് നിരവധി ഉൽപ്പന്നങ്ങളുടെ നികുതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെട്ടിക്കുറച്ചു. ബീഫ്, തക്കാളി, വാഴപ്പഴം, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ 100-ലേറെ ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി നികുതിയാണ് കുറച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ 10% മുകളിൽ വർധനയുണ്ടായ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് ചെയ്യുകയായിരുന്നു. വിവിധ രാജ്യങ്ങളുടെ ഇറക്കുമതിക്ക് ട്രംപ് കനത്ത താരിഫ് ചുമത്തിയതിനെ തുടർന്നാണ് US വിപണിയിൽ പല ചരക്ക് സാധനങ്ങളുടെ വില കുതിച്ചുയർന്നത്. ഉയർന്ന താരിഫ് പ്രഖ്യാപനം ആഭ്യന്തര വിപണിയിൽ അവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടിൽ നിന്നുള്ള പിന്മാറ്റമാണ് ട്രംപിന്റെ പുതിയ നീക്കം. ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളാണ് വില വർദ്ധിക്കാൻ കാരണമായതെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. US-ൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കുമേലും 10% അടിസ്ഥാന നികുതിയാണ് ട്രംപ് ചുമത്തിയിരുന്നത്. ഇതിനു പുറമെ ഓരോ രാജ്യങ്ങൾക്കുമേലും അധിക താരിഫും പ്രഖ്യാപിച്ചിരുന്നു. ഉയർന്ന താരിഫ് കാരണം ഉൽപ്പന്നങ്ങളുടെ വില ഇനിയും കൂടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിനിറ്റുകൾക്കുള്ളിൽ ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്ന പുതിയ പദ്ധതി അവതരിപ്പിച്ച് സൗദി അറേബ്യ. വിസ ബൈ പ്രൊഫൈൽ 2026-ൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപനം. വിസ ബൈ പ്രൊഫൈൽ എന്ന ആഗോള സംരംഭത്തിന് സൗദി അറേബ്യ തുടക്കം കുറിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ടൂറിസ്റ്റ് വിസ ഓൺലൈനായി അനുവദിക്കുന്ന പദ്ധതിയാണിത്. റിയാദിൽ നടന്ന UN ഗ്ലോബൽ ടൂറിസ്റ്റ് ഫോറത്തോട് അനുബന്ധിച്ചാണ് പുതിയ സംരംഭം ആരംഭിച്ചത്. ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യ സംവിധാനമാണിത്. സൗദി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വിസ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്കാണ് തുടക്കത്തിൽ ഈ സംരംഭത്തിന്റെ പരിധിയിൽ വരിക. ഇവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ ടൂറിസ്റ്റ് വിസ ലഭിക്കും. അതിനായി പാസ്പോർട്ട്, വിസ കാർഡിന്റെ വിശദാംശങ്ങൾ എന്നിവ ഉപയോഗിച്ച് വിസ പ്രോസസ്സിംഗ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ ടൂറിസ്റ്റ് വിസ നേടാനാകും. 2026-ൽ ഇത് ഔദ്യോഗികമായി ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള കൂടുതൽ ബാങ്കുകളെയും ക്രെഡിറ്റ് കാർഡ് ദാതാക്കളെയും ഉൾപ്പെടുത്തി സംരംഭം ക്രമേണ വികസിപ്പിക്കും. സൗദിയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാലിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസ്റ്റ് ട്രാവൽ പാക്ക് അവതരിപ്പിച്ച് ബാങ്ക് ഇന്തോനേഷ്യ. ഇന്ത്യക്കാരുൾപ്പെടെ ബാലിയിലെത്തുന്നവർക്ക് പണരഹിത ഇടപാടുകൾ എളുപ്പമാക്കാൻ പുതിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം സഹായകമാകും. സന്ദർശകരെ സുഗമമായി ഡിജിറ്റൽ പേയ്മെന്റുകളിലേക്ക് മാറാൻ സഹായിക്കുന്നതിന് ബാലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടൂറിസ്റ്റ് ട്രാവൽ പാക്ക് ആരംഭിച്ചു. രാജ്യത്തുടനീളം പണരഹിത ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് ഇന്തോനേഷ്യ വ്യക്തമാക്കി. ഒരു ഇന്തോനേഷ്യൻ സിം കാർഡ്, മൊബൈൽ ഡാറ്റ, ഒരു പ്രാദേശിക ഫോൺ നമ്പർ, വാലറ്റുമായി ബന്ധിപ്പിച്ച ചിപ്പ് അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് പണം എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നതാണ് ടൂറിസ്റ്റ് ട്രാവൽ പാക്ക്. കടകൾ, കഫേകൾ, ഹോട്ടലുകൾ, ടൂറിസ്റ്റ് സൈറ്റുകൾ എന്നിവിടങ്ങളിൽ QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾ സാധ്യമാക്കുന്ന QRIS സംവിധാനം ഉപയോഗിക്കാനും ഇത് യാത്രക്കാരെ സഹായിക്കുന്നു. വിമാനത്താവളത്തിൽ ഒരു ടൂറിസം ഇൻഫർമേഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ടെന്നും ടൂറിസം അതോറിറ്റി വ്യക്തമാക്കി. ഹോട്ടൽ താമസവും ഷോപ്പിംഗും മുതൽ സന്ദർശന ആകർഷണങ്ങൾ വരെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി പണമടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ബാങ്ക് അറിയിച്ചു. ഇത് പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.